നവംബർ 27 വിശുദ്ധ ജെയിംസ് ഇന്റർസീസസ്. 5-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പേർഷ്യയിലെ യെസ്ഡിഗർഡ് ഒന്നാമൻ രാജാവിന്റെ പട്ടാളക്കാരനും കൊട്ടാരക്കാരനുമായ ജെയിംസ് ഒരു ക്രിസ്ത്യാനിയായിരുന്നു. യെസ്ഡിഗർഡ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന സമയത്ത് മരണഭയത്താൽ തന്റെ വിശ്വാസം ഉപേക്ഷിച്ചു. വിശ്വാസത്യാഗം ചെയ്യാത്ത അദ്ദേഹത്തിന്റെ കുടുംബം രാജാവിന്റെ മരണത്തിലും അങ്ങനെ പീഡനത്തിന്റെ അവസാനത്തിലും ജെയിംസിനെ ബന്ധപ്പെടുകയും പേർഷ്യയിലെ ലോകരാജാവിന് മുമ്പാകെ തന്റെ സ്വർഗീയ രാജാവിനെ ത്യജിച്ചതിന് അവനെ ശിക്ഷിക്കുകയും ചെയ്തു. വിശ്വാസത്തിന്റെ നിഷേധത്തിന് കുടുംബത്തിന്റെ ശാസനകൾ കേട്ടപ്പോൾ ജെയിംസ് മനസാക്ഷിയുടെ ആഴത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവൻ യഥാർത്ഥവും ആഴത്തിലുള്ളതുമായ ഒരു പരിവർത്തനത്തിലൂടെ കടന്നുപോയി, ഏകീകരിക്കുകയും ജീവനുള്ള ദൈവത്തോട് അനുരൂപപ്പെടുകയും ചെയ്തു. പ്രായശ്ചിത്തം ചെയ്യാൻ ആഗ്രഹിച്ച അദ്ദേഹം പുതിയ രാജാവായ ബഹ്റാമിന്റെ മുൻപാകെ തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയും വധശിക്ഷ ഏൽക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ഇന്റർസീസസ് എന്ന് വിളിക്കുന്നു, കാരണം കഷ്ണങ്ങളായി മുറിച്ചത് എന്നാണ് അർത്ഥം. ഈ പേര് അദ്ദേഹത്തിന് നൽകിയത് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ രീതി രേഖപ്പെടുത്തുന്നു. അവനെ ഒരു ബീമിൽ തൂക്കിയിട്ട് പതുക്കെ 28 കഷ്ണങ്ങളാക്കി, വിരലുകളിൽ തുടങ്ങി കാൽവിരലുകൾ, കൈകൾ, അങ്ങനെ ശിരഛേദം വരെ, അവസാനത്തെ മുറിവ് വരെ. അനേകം ക്രിസ്ത്യാനികൾ അടങ്ങുന്ന ജനക്കൂട്ടം തന്റെ വിശ്വാസം ഉപേക്ഷിച്ച് സൂര്യനെ ആരാധിക്കാൻ അവനെ പ്രേരിപ്പിച്ചു. അത്തരം കഠിനമായ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ അവൻ ഒരിക്കലും തന്റെ വിശ്വാസം ഉപേക്ഷിച്ചില്ല. പകരം തന്റെ ശരീരത്തിൽ നിന്ന് മുറിച്ച ഓരോ കഷ്ണവും ജീവനുള്ള ദൈവത്തിനുള്ള വഴിപാടാക്കി രക്തസാക്ഷിത്വത്തിന്റെ കിരീടം നേടി. വിശുദ്ധ ജെയിംസ് നഷ്ടപ്പെട്ട തൊഴിലുകളുടെയും പീഡനത്തിനിരയായവരുടെയും രക്ഷാധികാരിയാണ്.